ടാറ്റ, യു നീഡ് ടു കറക്റ്റ് ദിസ്. എനിക്ക് എർഗണോമിക്സ് തീരെ സെറ്റ് ആവുന്നില്ല. ഹായ് പ്ലേറ്റ്. ഇത് ടിയാഗോ ഫസ്റ്റ് തൊട്ടേ ഇറങ്ങിയപ്പോൾ തൊട്ടേ ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ട്. ആക്സിഡൻറ്റ് ഇത് പിടിച്ച്. ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ദ ഓൾ ന്യൂ ടാറ്റ ടിയാഗോ ആണ്. ടാറ്റ അവരുടെ ടിയാഗോ ലൈനെ കംപ്ലീറ്റ്ലി റിവാമ്പ് ചെയ്തേക്കുന്നത്. കാഴ്ചയിൽ കാണാൻ പറ്റും, ഡിസൈൻ മാറിയിട്ടുണ്ട്, ഇൻറ്റീരിയർസിലെ ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ ആൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ടു നോ. നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചയിൽ രൂപങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണെങ്കിലും ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പുതിയ കുറച്ചുകൂടി ഒരു സ്ലീക്കർ ആയിട്ടുണ്ട് ഹെഡ് ലാമ്പ്സ്. അതുപോലെ തന്നെ DRS ഇപ്പോൾ മെയിലിൽ ഇൻക്ലൂഡ് ആയി, കുറച്ചുകൂടി ഒരു ഐബ്രോ ടൈപ്പ് ഒരു DRS ഒക്കെ വന്നേക്കുന്നു. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇവരുടെ ഓൾറെഡി ഉള്ള ആൾട്രോസിൻ്റെയും പിന്നെ പഞ്ചിലൊക്കെ വന്നേക്കുന്ന പുതിയൊരു ഡിസൈൻ ഫിലോസഫി അവരുടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്, ഒന്നും തെറ്റൊന്നും പറയാനില്ല. ഇതിപ്പോൾ EV ആണ്. EV ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഗ്രില്ലും കാര്യങ്ങളൊക്കെ കവേർഡ് ആണ്. പക്ഷേ കാഴ്ചയിൽ കാണാൻ പറ്റും കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുണ്ട് ബമ്പതും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു എയർ ഇൻടേക്ക് കാണാൻ പറ്റും. ഇത് കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള എയർ ഇൻടേക്ക് ആണ്. പിന്നെ ഐസ് വേരിയൻറ്റിനും CNG വേരിയൻറ്റിനും ഇവിടെയാണ് ഫോഗ് ലാമ്പ് വരാൻ പോകുന്നത്. അതിൻ്റെ ഹൗസിംഗ് ഇവിടെ കാണാം. ഇതിൽ ഫോഗ് ലാമ്പ് വന്നിട്ടില്ല. പിന്നെ ടാറ്റയുടെ ബാഡ്ജിങ് ഉണ്ട്. ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി 90 ഡിഗ്രി ആംഗിളിൽ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ അകത്തോട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും നീറ്റ്ലി പാക്ക് ചെയ്തേക്കുന്നു. ഇത് അവരുടെ പുതിയ എക്സ് ആൽഫ ആർക്കിടെക്ചറിൽ വന്നേക്കുന്ന വാഹനമാണ്. ആൾട്രോസിൽ അവർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പഞ്ചിൽ വന്നു, ഇപ്പോൾ ഈ ടിയാഗോവും ഈ എക്സ് ആൽഫ ആർക്കിടെക്ചറിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ എഞ്ചിൻ ഓപ്ഷൻസും, അതായതും ഐസ് ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ഇപ്പോൾ CNG വേരിയൻറ്റ് വരുന്നതാണെങ്കിലും എല്ലാം ഇതിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. വിച്ച് കീപ്സ് ദ കോസ്റ്റ് ഡൗൺ ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നു. ഉള്ളിലേക്കൊന്നും പറയാനില്ല, നീറ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ട്. ക്ലട്ടേഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലായിടത്തേക്കും കയ്യെത്തുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാം. ഗുഡ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ മാറ്റം വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ള മാറ്റം വന്നേക്കുന്നത് ഇപ്പോൾ വീലിലാണ്. ഇപ്പോൾ പുതിയ 14 ഇഞ്ച് വീൽസാണ് വന്നേക്കുന്നത്. ഈ കവർ കുറച്ചുകൂടി ഒരു ആരോ ഡിസൈൻ വന്നേക്കുന്നു, പക്ഷേ അവർക്ക് അലോയ് വീൽ കൊടുക്കാമായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടി ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു, പക്ഷേ വീൽ കവേഴ്സ് കൊടുത്തുള്ളൂ. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഡോർ ഹാൻഡിൽസിൻ്റെ മേലിലുള്ള ഈ ക്രോമാണ്. ഇതും ഒരു നൈസ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതൊരു പുതിയ കളറാണ് ഇവർ വന്നേക്കുന്നത്. ഇതുപോലെ ഓരോ വേരിയൻറ്റിനും ഇപ്പോൾ പെട്രോൾ CNGക്കും 6 കളേഴ്സ് ഉണ്ട്, EV വേരിയൻറ്റിനും 6 കളേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ CNGയിൽ ഒരു റെഡ് കളർ എക്സ്ട്രാ വന്നേക്കുന്നു. അതുപോലെ തന്നെ ഈ EV വേരിയൻറ്റിനൊരു ഗ്രീൻ വന്നേക്കുന്നു. ആ ഒരു ഡിഫറൻസിയേഷൻ മാത്രമാണ്. നമുക്ക് ആ ഗ്രീൻ വേരിയൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഈ ഒരു പിങ്കിഷ് പീച്ചിഷ് ആയിട്ടൊരു കളറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വന്നേക്കുന്നു. സോ ഇറ്റ്സ് വെരി സെയിം. പെട്രോൾ കാറിൻ്റെ ഡിസൈൻ വളരെ ഡിഫറെൻ്റ് ആണ് ഇലക്ട്രിക്കിനെക്കാട്ടിലും. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറിലൂടെ ഫുള്ളി ബോഡി പാനൽ കളേഴ്സാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ബാർ വന്നേക്കുന്നു. ഹെഡ്ലൈറ്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണത്. ആ വണ്ടി കുറച്ചുകൂടി ഒരു വൈഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കിനകത്ത് ആ ഒരു ബാർ ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി ഒരു നാരോവർ ഫീലാണ്, കുറച്ചുകൂടി ഒരു ചെറിയ കാർ ഫീലുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് കുറച്ചുകൂടി ഒരു ബിഗ് കാർ ഫീൽ വരുന്നു. ഇറ്റ്സ് ഗുഡ്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് എലിമെൻറ്റോട് കാണാൻ ഗ്രില്ല് കൊടുത്തേക്കുന്നു. ഗ്രില്ലിൻ്റെ ഉള്ളിൽ എയർ പാസേജ് ഉണ്ട്. അത് റേഡിയേറ്റേഴ്സിന് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ താഴെ വന്നേക്കുന്ന ഈ ഒരു എയർ സ്പ്ലിറ്റർ പോലത്തെ ഡിസൈൻ ശരിക്കും പറയുക വണ്ടിക്ക് നല്ലൊരു ആംഗുലർ, ഒരു മസ്കുലർ, ഒരു ആംഗ്രി ലുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. അതിനാകുമ്പോൾ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ CNG വേരിയൻറ്റിന് ഈ ഫോഗ് ലൈറ്റ് വരുന്നില്ല. പിന്നെ ആകപ്പാടെ 3 വേരിയൻറ്റാണുള്ളത്. സ്മാർട്ട്, പ്യുവർ, ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ സ്മാർട്ട് പ്ലസ്, പ്യുവർ പ്ലസ്, ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ബിറ്റ്വീൻ ദീസ് 3. പിന്നെ കുറച്ച് എലിമെൻറ്റ്സ് ബാക്കിയും വരുന്നു. പിന്നെ വന്നേക്കുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് അലോയ് വീൽസ് വന്നേക്കുന്നത്. ഇതിലാണ് 15 ഇഞ്ച് വീൽസ് വന്നേക്കുന്നത്. പുതിയൊരു ഡിസൈനാണ്. ഡയമണ്ട് കട്ട് വീൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിയ മോശമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ആൻഡ് ഇറ്റ് വർക്ക്സ് ദ പർപ്പസ്. ഇവിടെയും 360 ഡിഗ്രി ക്യാമറ കാണാം. വേറെ കാര്യമായിട്ട് ഒരു വ്യത്യാസവും ഫ്രണ്ടിലും ബാക്കിലായിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും ഐഡൻറ്റിഫയർ ആയിട്ട് 2 ഉള്ളൂ. ഒന്ന് EVയുടെ ലോഗോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഒരു ഇതാണ്. ഇതിൽ ക്രോം ലോഗോ വന്നേക്കുന്നത്. പിന്നെ ഒരു ടിയാഗോ മാത്രമേ അതിൽ ടിയാഗോ EV എന്നുണ്ട്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ 242 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതാണ് 3 വാഹനത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ളത്. കാരണം CNG ടാങ്കോ പിന്നെ ബാറ്ററിയുടെയോ ഒരു സ്പേസ് പോകുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് പ്രിറ്റി യൂസബിൾ. ഇനിയുള്ളത് CNG ആണ്. CNGയിൽ പെട്രോൾ പോലെ തന്നെ ഡിസൈൻ വെരി സിമിലർ. ഫ്രണ്ടിലേക്ക് വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൽ
ഫോഗ് ലൈറ്റ്സ് ഉണ്ട്. ഇതിൽ ഫോഗ് ലൈറ്റ്സ് വരുന്നില്ല, ടോപ്പ് ആൻഡ് വേരിയൻറ്റിനും ഫോഗ് ലൈറ്റ്സ് വരുന്നില്ല. ബാക്കി ഇറ്റ് ഈസ് വെരി സിമിലർ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് വീൽ ക്യാപ്സ് ആണ് വരുന്നത്, പെട്രോൾ പോലെ അലോയ്സ് അല്ല വരുന്നത്. ഇതും 14 inches ആണ്, EV പോലെ തന്നെ. പക്ഷേ ഈ 3 വാഹനവും എനിക്ക് എടുത്തു കൊണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ഗ്യാപ്സ് ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അത് ഇതിനും പാനൽ ഗ്യാപ്സ് വെരി എവിഡൻറ്റ്. പാനൽ ഗ്യാപ്സിനേക്കാളും കൂടുതൽ ഈ ഫ്രണ്ട് സൈഡ് തമ്മിലുള്ള ഇറഗുലാരിറ്റീസ് ആണ് കൂടുതൽ. അതായത് അപ്പുറത്ത് കുറവ് ഇപ്പുറത്ത് കൂടുതൽ, അങ്ങനത്തെ അലൈൻമെൻറ്റ് ഇഷ്യൂസ്. ടാറ്റ യു നീഡ് ടു ഡൂ സംതിങ് അബൌട്ട് ദിസ്. അത് ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് യു നീഡ് ടു ഡൂ സംതിങ് അബൌട്ട് ദിസ് ആൻഡ് യു നീഡ് ടു റെക്ടിഫൈ ദിസ്. നിങ്ങളുടെ എല്ലാ വാഹനങ്ങൾക്കും ഉള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ സൈഡിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഈസ്റ്റർ എഗ് ഇവിടെയും കാണാം. ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നൈസ് നീറ്റ് ലിറ്റിൽ ടച്ച്. വണ്ടിയുടെ അകത്തോട്ട് കയറുമ്പോഴാണ് ശരിക്കും ഫുള്ളി മാറിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ്. ഇവിടെ വന്നേക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പാനലാണ്. ഫ്ലോട്ടിംഗ് ഒരു ഐലൻഡ് പോലെ, ഐലൻഡിൻ്റെ മേളിലാണ് ഈ വിൻഡോസിൻ്റെ കൺട്രോൾസ് വന്നേക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ തന്നെ ഡോറ് തുറക്കാനുള്ള ഹാൻഡിൽ അതും വളരെ നീറ്റായിട്ട് ഇങ്ങനെ ഒരു ആംഗുലർ പാറ്റേണിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. അത് ഡിസൈനിൽ കുറച്ചും കൂടി ഒരു കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നു. ഡിസൈനിൽ കുറച്ചുകൂടി എംഫസിസ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടാറ്റ അല്ലെങ്കിലും ഡിസൈൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അത് അവർ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഡോറിലാണെങ്കിലും വന്നേക്കുന്ന ഒരു ഡുവൽ പാറ്റേൺ, അത് ഇങ്ങനെ ആംഗുലറായിട്ട് കൊടുത്തേക്കുന്നു. ആ ആംഗുലർ പാറ്റേൺ അവിടെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതും സ്മോൾ ഡീറ്റെയിൽസ്, ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ. അത് ഈ വന്നേക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും എനിക്ക് അല്ലെങ്കിലും ടാറ്റയുടെ സ്റ്റിയറിങ്സ് എനിക്ക് അത്രയ്ക്കും ഞാൻ ബോധിച്ചിട്ടില്ല. ഐ എം നോട്ട് എ ബിഗ് ഫാൻ സിൻസ് ഫസ്റ്റ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ ഒന്നിനെക്കാട്ടിലും ഈ ഒരു ഡിസൈൻ ഫിനിഷൊക്കെ മാറി ടാറ്റ.EV എന്നുള്ളൊരു ബാഡ്ജിങ് വന്നേക്കുന്നു. വൈ ടാറ്റ.EV വന്നേക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ടാറ്റ എന്ന് മാത്രം എഴുത്താണെങ്കിൽ അതിനേക്കാളും രസം ഉണ്ടായിരുന്നു ശരിക്കും പറയാ വെച്ചാൽ. പിന്നെ ഈ ഒരു ഫീലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബട്ടൺസിൻ്റെ ക്വാളിറ്റി, അതായത് ഒരു ടാക്ടൈൽ ഫീൽ, ദാറ്റ് ഈസ് വെരി നൈസ്. ഇച്ചിരി ഇതൊക്കെ ബിൽഡ് ക്വാളിറ്റി ശരിക്കുണ്ട്. ഇപ്പോൾ പുതിയ വണ്ടിയായിട്ട് വരെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക അല്ല. ഇപ്പോൾ വിഭിന്ന വണ്ടിക്കും ഈ സെയിം ഇളക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ആണത്. അത് നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ വന്നേക്കുന്ന സ്റ്റോക്സിനാണെങ്കിലും ക്വാളിറ്റി ഫോർ ദ പ്രൈസ് ഇറ്റ് ഈസ് ഓക്കെ. ബട്ട് ആസ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതൊക്കെ ക്വാളിറ്റി ലേശം കുറവ് തന്നെയാണ്. ഇവിടെ വന്നേക്കുന്ന പ്ലാസ്റ്റിക്സ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. താഴെയൊക്കെ വന്നേക്കുന്നത് നമുക്ക് ടച്ച് ഉള്ള ഭാഗത്ത് തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വന്നേക്കുന്നത്. അഗെയിൻ ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഓക്കെ, ബട്ട് വി ക്യാൻ കംപ്ലൈൻ. പിന്നെ AC വെൻസും കാണുന്നതൊക്കെ അത്യാവശ്യം നമുക്ക് യൂസബിൾ തന്നെയാണ്. ഇവിടെ വന്നേക്കുന്ന AC വെൻ്റ് ആണ് ഡിഫറെൻറ്റ്. നമുക്ക് സാധാരണ ഒരു സൂപ്പർ കാർസിലൊക്കെ കാണുന്ന പോലെ, ഈ ലാംബോർഗിനി ഫെറാറിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒരു തള്ളി നിൽക്കുന്നു, ഒരു ആംഗുലറായിട്ട്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ഒരു ഗുണം കൂടി ഉണ്ട്. കാരണം കുറച്ചുകൂടി താഴേക്ക് ആയതുകൊണ്ടും ഇങ്ങനെ ആംഗിൾ വെച്ചിട്ടുള്ളതുകൊണ്ടും നമ്മുടെ മേത്തേക്ക് തന്നെ നമുക്ക് എയറിനെ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ ഇട പോവുക. ഇറ്റ് ഇസ് നൈസ്. അതുപോലെ തന്നെ ഇവിടെ വന്നേക്കുന്നതും ഈ ഒരു വീണ്ടും ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 2 പാഡ്സ് ഉണ്ട് ഫോൺ വെക്കാനായിട്ട്. ഇത് വയർലെസ് ചാർജിങ് പാഡ്സ് അല്ല, അതിന് പകരം 2 Type-C 65 വാട്ടിൻ്റെ പോർട്സാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റോട്ടറി നോബ്, നോട്ട് എ ബിഗ് ഫാൻ. ഇത് ടിയാഗോ ഫസ്റ്റ് തൊട്ടേ ഇറങ്ങിയപ്പോൾ തൊട്ടേ ഈ സാധനത്തിന് കംപ്ലൈൻ്റ് ഉണ്ട്. മാറുന്നില്ല. ഇറ്റ്സ് വെരി ഗ്ലിച്ചി. നമ്മൾ ചിലപ്പോൾ ഈ ടൈറ്റായിട്ട് തിരിക്കാനൊക്കെ നിൽക്കുമ്പോഴേക്കും ഇത് ഗ്ലിച്ച് ആവുന്നു, വീണ്ടും ഇന്ന് ഗ്ലിച്ച് ആവുന്നു. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് കറക്റ്റഡ്. ടാറ്റ യു നീഡ് ടു കറക്റ്റ് ദിസ് പ്ലീസ്. പിന്നെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് ഇതിന് വന്നേക്കുന്നത്. ഞാൻ ഇത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഡ്രൈവറിൻ്റെ സ്ക്രീനും ഇച്ചിരി കൂടെ ഒരു റെക്ടാങ്കുലർ ആക്കിയിട്ടുണ്ട്. ഐ ഫീൽ ആ റെക്ടാങ്കുലർ അപ്രോച്ച് കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റായി കാണാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 5 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ സ്ക്രീനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് സ്പേസിൽ ബാക്കിയുള്ള നമ്മുടെ ലൈറ്റ്സൊക്കെയാണ്, അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. വിച്ച് ഇസ് പ്രാക്ടിക്കലി നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലൗ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ ഗ്ലൗ ബോക്സും പിന്നെ വന്നേക്കുന്ന കപ്പ് ഹോൾഡേഴ്സും ഡോർ പാഡ്സിൻ്റെ അകത്തും ഒരു ഈസ്റ്റർ എഗ് വന്നിട്ടുണ്ട്. ഒരു സ്ക്വിറലാണ്. ആ സ്ക്വിറലിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്ലൗ ബോക്സിനകത്ത് സ്ക്വിറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നട്ട്സിനെ ശേഖരിച്ച് വെച്ചേക്കുന്ന ഒരു സ്ക്വിറലാണ്. അതായത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. കപ്പ് ഹോൾഡറിനകത്തുള്ള സ്ക്വിറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വിറലും ഉണ്ട്, അതിൻ്റെ മേളിൽ കുറച്ച് നട്ട്സും ഉണ്ട്, പിന്നെ ഒരു കപ്പും ഉണ്ട്. അതായത് കപ്പ് വെക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെക്കാം.
ഇറ്റ്സ് നൈസ്. അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ അവിടെയുള്ള സ്ക്വിരലിൻ്റെ കയ്യിൽ ഒരു കപ്പ് മാത്രമാണ്, വെള്ളം കുടിക്കുന്ന കപ്പ്, അതായത് വെള്ളം വെക്കാൻ ഉള്ള സ്ഥലമാണത്. ഇതൊരു വെരി നൈസ് പക്ഷേ തോട്ട്ഫുള്ളി ഡൺ ആയിട്ടുള്ളൊരു ഈസ്റ്റർ എഗ് ആണത്. വെൽ ഡൺ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ കൺട്രോൾസ് കാണാൻ പറ്റും. എല്ലാത്തിനും ഒരു ബട്ടൺസ് കൊടുത്തേക്കുന്നു. നമുക്കിപ്പോൾ റീജനറേഷനും ചാർജിങ് പോർട്ട് തുറക്കാനുള്ളത്, 360 ഇരിക്കാൻ, എല്ലാത്തിനും ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു ബട്ടൺസ് കൊടുത്തേക്കുന്നു, വിച്ച് ഇസ് അഗൈൻ എ ഗ്രേറ്റ് തിങ്. പിന്നെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്കാണ് വന്നേക്കുന്നത്, അതും നന്നായിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലൗ ബോക്സ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു ഡീപ്പ് ഉണ്ട്, നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്കോർ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട്. സീറ്റിൻ്റെ ഡിസൈനാണ് പിന്നെ പറയാനുള്ളത്. സീറ്റിൻ്റെ ഇപ്പോൾ ആൾട്രോസിൽ വന്ന പോലെ ഒരു തൈ സപ്പോർട്ട് എക്സ്ട്രാ വന്നേക്കുന്നു, വിച്ച് ഈസ് ഓവർ ദ യൂസ്. എനിക്ക് ഇതിൻ്റെ ഇന്നത്തെ യൂസിനെനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ. പക്ഷെ എന്നാലും ഇതൊരു നൈസ് ഒരു എഡിഷൻ തന്നെയാണ്. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യൂസ് വരും. ഈ വന്നേക്കുന്ന ഈ ഒരു ഡുവൽ ടോൺ പാറ്റേൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ ഒരു സിംഗിൾ സീറ്റാണിത്. സീറ്റിൻ്റെ വീതി കുറച്ചിട്ടുണ്ട്, അപ്പോൾ ഉള്ളിൽ സ്പേസും കാര്യങ്ങളും കൂടുന്നു. ബാക്കിലും ഇതേ ഒരു കളർ തീമും കാര്യങ്ങളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയേഴ്സ് ഐ ഹാവ് നോ കംപ്ലയിൻസ് അബൌട്ട്, വിറ്റ് ഇസ് വെരി ഗുഡ്, വെൽ ഡൺ. മേളിൽ സൺറൂഫ് ഇല്ല. അഗെയിൻ നമ്മുടെ നാട്ടിൽ വേണം സൺറൂഫ്, ബട്ട് സൺറൂഫ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കി വന്നിരിക്കുന്ന കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി നൈസ്, വെരി ഗുഡ്, ഇറ്റ് ഈസ് ലിവബിൾ. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാഴ്ചയിൽ ഒരു വ്യത്യാസമില്ല മൂന്ന് വാഹനം തമ്മിൽ. കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് ഈ ബട്ടൺസ് ആണ്, അതിൽ റീജൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ ആ റീജനൊന്നും വരുന്നില്ല. പിന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വയർലെസ് പാഡ് ഒന്നുണ്ട്, അതിൽ വയർലെസ് പാഡ് ഇല്ല, CNGയിലും വയർലെസ് പാഡില്ല. പിന്നെ സീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഗ്രീനിഷ് ടിൻറ്റോട് കൂടിയിട്ടുള്ള സീറ്റാണ്, ഇതിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ്, അതിൽ ടോഗിൾ സ്വിച്ചസ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന നോർമൽ പഴയ പത്ത് സ്വിച്ചസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അതിനകത്ത് ടാറ്റ.ev എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നോർമലായിട്ട് ടാറ്റയുടെ പഴയ ലോഗോ കാര്യം വന്നിരിക്കുന്നു, വിച്ച് ഇസ് ഗ്രേറ്റ്. ഇവിടെയും സ്വിച്ചസ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇവിടെയും ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റിയറിംഗ് അത്രയ്ക്ക് സെറ്റല്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 വേരിയൻറ്റും കിട്ടിയേക്കുന്ന ടോപ്പ് ഇൻ വേരിയൻസ് തന്നെയാണ്, അതായത് ഉള്ളതിൽ ടോപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ 3നും ഇൻഫോർടൈൻമെൻറ്റ് അടക്കം വരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്മാർട്ട് എന്ന പാക്കേജിലേക്ക് ഇൻഫോർടൈൻമെൻറ്റ് ഇല്ല. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് പകരമായിട്ട് അവർ പറയുന്നത് BYD ആണ്, അതായത് ബ്രിങ് യുവർ ഓൺ ഡിവൈസ്. അക്ഷരാർത്ഥത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫോൺ കൊണ്ടിരുന്നു കണക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ബ്ലൂടൂത്ത് ഓഡിയോ ഒക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനങ്ങളിൽ ഈ ഡ്രൈവർ ക്ലസ്റ്ററിലേക്കാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കോള് വരുന്നുണ്ടോ അതിന് നോട്ടിഫിക്കേഷനും മ്യൂസിക്കിന് നോട്ടിഫിക്കേഷനും, പിന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റിയറിങ്ങിലും. ഇത്ര മാത്രമേ അപ്പോൾ കണക്ടിവിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ഓബ്വിയസ്ലി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ഷൻ ഒന്നും കിട്ടില്ല. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ലെറ്റ് ഡൗൺ. പക്ഷേ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് എന്നും നല്ലത്. ഇനി ഡ്രൈവ്, നമുക്ക് ടിയാഗോൻ്റെ EV വേർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്ന EV വേരിയൻസിൽ നിന്ന് മോട്ടറിലൊന്നും വ്യത്യാസമൊന്നുമില്ല, ബാറ്ററി പാക്കിലും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പവർ, ടോർക്ക് ഫിഗേഴ്സ് ഒക്കെ സെയിം ആണ്, റേഞ്ചും സിമിലർ ആണ്. ഒരു പറയുന്നത് 260 കിലോമീറ്റേഴ്സ് നമുക്ക് റേഞ്ച് കിട്ടുന്നതാണ്. പക്ഷേ റിയൽ വേൾഡ് കണ്ടീഷൻസിൽ അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഒരു മാക്സിമം ഒരു 180-190 ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ യൂസിന് അതാണ് ഒരു ആവറേജ് റേഞ്ച് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 96% നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 65% നമുക്ക് 124 കിലോമീറ്റേഴ്സാണ് റേഞ്ച് കാണിക്കുന്നത്. സോ അതായത് ഏകദേശം അത്രയ്ക്ക് തന്നെ നമുക്ക് കിട്ടാനുള്ളൂ. റിയൽ വേൾഡ് കണ്ടീഷൻ നമ്മൾ നല്ല വെയിലാണ്, ഫുൾ AC. പക്ഷെ നമ്മൾ നിർത്തിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്തത്. പിന്നെ ഡ്രൈവിങ്ങിന് പവർ ഫിഗേഴ്സൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഈ വന്നേക്കുന്ന അണ്ടർ തൈ സപ്പോർട്ട്, അത് ശരിക്കും വരച്ച് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഈ അണ്ടർ തൈ സപ്പോർട്ട് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. പിന്നെ സീറ്റ് അത്യാവശ്യം ഇപ്പോൾ കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം വൈഡ് അല്ല, അതുകൊണ്ട് നമ്മുടെ ശരീരം കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ബട്ട് ഇതൊരു സിറ്റി യൂസ് കാറാണ്, ഇതൊരു ലോങ് ഡ്രൈവിന് ഉപയോഗിക്കാൻ തോന്നുന്ന കാറല്ല. അതുകൊണ്ട് അതൊരു കംപ്ലയിൻറ്റ് ആയിട്ട് ഞാൻ പറയില്ല. പിന്നെ എപ്പോഴും എനിക്ക് ടാറ്റ വെഹിക്കിൾസിൽ ഉണ്ടായിരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ സ്റ്റിയറിങ്. എനിക്ക് എന്തോ ഈ ഒരു ഡിസൈനും ഈ ഒരു ഷേപ്പും എനിക്ക് അങ്ങോട്ട് സൂട്ടബിൾ ആവുന്നേ ഇല്ല. എനിക്ക് എർഗണോമിക്സ് തീരെ സെറ്റ് ആവുന്നില്ല. പിടിക്കാനുള്ളൊരു സ്ഥലത്തും ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ ഫോർ മീ. ആൻഡ് ഈ ഫീഡ്ബാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സം ഡേ ചിലപ്പോൾ ടാറ്റ അത് മാറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരാളുടെ മാത്രം കേട്ടിട്ട് മാറ്റണമെന്നില്ലല്ലോ. ബട്ട് എൻ്റെ അഭിപ്രായം ഈ സ്റ്റിയറിംഗ് അത്ര പോരാ. പിന്നെ ഇത് ഒരു ബേസ് വേരിയൻ്റ് സ്റ്റിയറിംഗ് കൂടെ ആയതുകൊണ്ട്
കുറച്ച് ഹാർഡാണ്, ലെതർ ഫിനിഷ് ഒന്നും വന്നിട്ടില്ല, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്, ഇറ്റ്സ് വെൽ മെയ്ഡ്. ഈ ടാറ്റ.tv എന്നുള്ള ഈ ബാഡ്ജിങ് ആണ് ഞാൻ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഡ്രൈവബിലിറ്റിയിൽ വലിയൊരു പ്രശ്നമാണ് ഈ നോബ്. ഞാൻ നേരത്തെയും പറഞ്ഞു ഇത് തീരെ യൂസബിൾ അല്ല, അത് ഇപ്പോഴും യൂസബിൾ അല്ല, ഇപ്പോഴും ഗ്ലിച്ചിയാണ്. സ്റ്റിൽ ഞാനിപ്പോൾ ഇതേ ഓടിക്കാൻ തുടങ്ങുമ്പോൾ വരെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ടൊക്കെ അതൊരു ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. ബാക്കി എർഗണോമിക്സും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടുണ്ട്. എനിക്കെല്ലാം കയ്യെത്തും ദൂരത്താണ്. എനിക്ക് പിന്നെ ഈ ഒരു ഞാൻ ആറ്റ്മോസ്ഫിയർ എൻവയൺമെൻറ്റും പറഞ്ഞല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഒരു പ്രീമിയം അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഈ വണ്ടിക്കകത്ത് ഈ ഒരു ഗ്രേ കളറൊക്കെ വന്നേക്കുന്നത് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഞാൻ നേരത്തെയും പറഞ്ഞു എനിക്ക് ബേസ് ഇഷ്ടമല്ല, പക്ഷേ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ബേസും ഒരു ബേസിക്കും ആവുന്നു എന്നൊരു കംപ്ലൈൻ്റ് ആണ് എല്ലാവരും പറയുന്നത്. അതിനൊരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഇപ്പോൾ ടാറ്റ പറഞ്ഞേക്കുന്ന ഈ ചെയ്തേക്കുന്ന ഈ ഒരു ഗ്രേ കളർ. അവരിപ്പോൾ ബോഡി പാനൽസിലടക്കം ആ ഒരു ഗ്രേ കളർ കൊണ്ടിട്ട് ആ ഒരു തീമിലാണ് അവർ പിടിച്ചേക്കുന്നത്, വിച്ച് ഇസ് നൈസ്. ഇവരുടെ വാക്കിൽ പറയാച്ചാൽ ജസ്റ്റ് വാവ്. 0 to 100 കൊണ്ടു നോക്കിയേക്കാം. Now let's go to the other variants. രണ്ടാമത്തെ വാഹനം പെട്രോളാണ്. പെട്രോളിൽ മാനുവൽ ഓപ്ഷനാണ് വന്നേക്കുന്നത്, 5 സ്പീഡ് മാനുവൽ ഓപ്ഷനാണ് വന്നേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഗിയർ നോബ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്, സ്പോർട്ടി, നല്ല പിടുത്തം. പണ്ടുണ്ടായിരുന്ന ഹോണ്ട സിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ഗോൾഫ് ബോൾ ഗിയർ നോബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെമ്മറീസ് ആൻഡ് വെരി നൈസ്, ഉപയോഗിക്കാൻ രസമുണ്ട്. സ്റ്റിയറിംഗ് വീണ്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കറക്റ്റായിട്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ എന്തായാലും ഹയർ ക്വാളിറ്റി ആയിട്ടുണ്ട്. പിന്നെ ടോഗിൾ സ്വിച്ചസും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റിയറിംഗ് ഇപ്പോൾ ഇലക്ട്രിക്കിനാണെങ്കിലും ഇതിനാണെങ്കിലും കുറച്ചൊന്നൊരു സൈഡിലേക്ക് ഇങ്ങനെ ഇച്ചിരി വോങ്കിയായിട്ട് നിൽക്കുന്നത്. അത് എല്ലാ വണ്ടിക്കും ആ ഒരു പ്രശ്നം ആൾക്കാർ പറയുന്നുണ്ട്. അത് പ്രീ പ്രൊഡക്ഷൻ ആയതിൻ്റെ ആണോ എന്നാൽ മനസ്സിലായിട്ടില്ല. എന്നാലും നമുക്കത് വണ്ടി റോഡിൽ ഇറങ്ങിയിട്ട് ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. ഈ ഗിയർ ബോക്സ് തന്നെ പറയുന്ന വേറൊരു സംഭവമുണ്ട്. ഗിയർ ബോക്സ് ഇപ്പോൾ നമ്മൾ ഒരു ഹയർ പെർഫോമൻസിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് മാനുവൽ ഓപ്ഷൻ വന്നേക്കുന്ന കുറച്ചും കൂടി ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ വണ്ടിക്ക് ഉണ്ടെന്ന് പറയുന്നവർ. പക്ഷേ നമ്മൾ ഗിയർ മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് ഡിലേ ആണ്. എങ്ങനെ ഒരു 1 സെക്കൻഡ് ഡിലേ ഉണ്ട് നമുക്ക് ആ ഒരു ആക്സിലേറ്ററിൻ്റെ ഫീൽ തന്നെ വരാം. ഇത് വണ്ടിക്ക് പവർ കയറുന്നുണ്ടെന്ന് തന്നെ ഫീൽ കിട്ടാൻ അത് ഭയങ്കര ഒരു വിയേർഡ് സംഭവമായിട്ടുണ്ട്. ബാക്കി യൂസബിലിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. സസ്പെൻഷനും സെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വെരി ബാഡ് ഹംപ് എടുത്ത് ചാടി, പെട്ടെന്ന് കണ്ടില്ല, എടുത്ത് ചാടേണ്ടി വന്നു. പക്ഷേ വണ്ടിക്ക് ഒരു ഡ്രാമ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, വിച്ച് ഇസ് വെരി നൈസ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രീവിയസ് ജനറേഷൻ അല്ലത് ഫേസ് ലിഫ്റ്റ് ആണ് ശരിക്കും, പക്ഷേ കുറച്ചൊക്കെ ഒരു നെക്സ്റ്റ് ജനറേഷൻ പോലെ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ പ്രീവിയസ് ആയിട്ട് ഫേസ് ലിഫ്റ്റിന് മുന്നുള്ള വാഹനത്തിൻ്റെ അതേ എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ്. 1.2 റെവോട്രോൺ 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. 86 PS ഓഫ് പവർ ആൻഡ് 130 N ഓഫ് ടോക്ക്. സെയിം, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ആക്സലറേഷനൊക്കെ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ഇപ്പോൾ ഈ വാഹനം നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വേറൊരു മീഡിയ ഓടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഓടിച്ചു. എന്തായാലും ഒരു ഈ ഒരു രീതിക്ക് തന്നെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അത്യാവശ്യം പുഷ് ചെയ്തിട്ട് റൈവ് ചെയ്തിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ആവറേജ് കാണിക്കുന്നത് 10.6 km/L ആണ്. ആൻഡ് ഇതിന്ന് കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യത എന്തായാലും ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂസും ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസും കാരണമാണ് ഇപ്പോൾ ഈ 10.6 കാണിക്കുന്നത്. ബാക്കി എർഗണോമിക്സും കാര്യങ്ങളൊക്കെ വെരി സിമിലർ ആൻഡ് ഐ എം ലൈക്കിങ് ഇറ്റ്. 3 വാഹനത്തിലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ ഇൻഫോർടൈൻമെൻറ്റിൽ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ഈ 360 ഡിഗ്രി ക്യാമറ പുതിയ ഉണ്ടല്ലോ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ വ്യൂ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് ഓണാക്കി ഇരിക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിലേക്ക് ഇത് മാപ്പ് പ്രൊജക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. മാപ്പ് ഓണായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈ വ്യൂ ആയി. പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് മാപ്പ് കാണാൻ പറ്റുന്നില്ല. അത് ഈ ഒരു ചെറിയ ഇങ്ങനത്തെ ടൈറ്റ് ആയിട്ടുള്ള ഹൈവേസിലും കാര്യങ്ങളിലൊക്കെ 3-4 ടേൺസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീണ്ടും വീണ്ടും നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അത് ഇഷ്യൂ ആയിട്ടൊന്നും പറയാനില്ല, എന്നാലും ഒരു ചെറിയ സംഭവം, അതും കൂടെ പ്രശ്നം. ഇനി നമുക്ക് ഈ പെട്രോൾ വേരിയൻറ്റിൻ്റെ 0 to 100 ഒന്ന് നോക്കിയേക്കാം.
സൈഡിലേക്കൊക്കെ പോകുന്നത്. ഇത്രയൊക്കെയായിരുന്നു പെട്രോളിൻ്റെ വിശേഷം. പിടിച്ച് ഇനി അവസാനം നമുക്ക് CNG കൊണ്ട് ഓടിച്ചു നോക്കാം. CNG ഇത് ഓടിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെയിം എഞ്ചിനാണ്, സെയിം 1.2 പെട്രോളുള്ള 1.2 3 സിലിണ്ടർ റെവോട്ടർ വന്ന എഞ്ചിൻ. അതിൽ CNG ഇൻപുട്ട് ചെയ്തിട്ട് പവർ ഫിഗേഴ്സും സിമിലർ ടു പ്രീവിയസ് തന്നെ. 74 PS പവറും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, 96 Nm ഓഫ് ടോക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ ഡ്രൈവബിലിറ്റിയിൽ കാര്യപ്പെട്ട വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വണ്ടി കുറച്ചും കൂടെ സേഫ്റ്റി ആസ്പെക്റ്റിൽ കൂടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. ആൻഡ് ഈ ടൈറ്റ് മറ്റേ പെട്ടെന്നുള്ള കോർണേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് എടുക്കാറുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ ഇതിലും തൈ സപ്പോർട്ട് എല്ലാത്തിലും വരുന്നതുകൊണ്ട് ആ കംഫർട്ട് ആ കാര്യത്തിലും കൂടിയിട്ടുണ്ട്. വലിയൊരു ആക്സലറേഷൻ ഫിഗേഴ്സോ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഫിഗേഴ്സോ ഒന്നും CNGന്ന് കിട്ടാണ്ടാവില്ല. പിന്നെ ഇത് ഈ വാഹനം മേടിക്കുന്ന ആൾക്കാർക്കും അതല്ല പ്രതീക്ഷിക്കുന്നത്. അവർ കുറച്ചുകൂടെ എഫിഷ്യൻസും പിന്നെ മൈലേജൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നു. പാഡൽ ഷിഫ്റ്റേഴ്സ് അത്യാവശ്യം യൂസബിൾ തന്നെയാണ് ഇതിൽ മറ്റേ നേരത്തെ പെട്രോൾ കണ്ട പോലെ തന്നെ ഇതിലും ഗിയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറേ മറ്റേ ഈ ഡെയിലി യൂസിൽ നമുക്ക് ഉപയോഗം വരുന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ ഇൻറ്റീരിയറിൽ വന്നേക്കുന്ന ഈ ഒരു ട്രിമ്മും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഴുക്കാവുന്നതിന് പ്രശ്നം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് വളരെ എവിഡൻ്റ് ആണ്. എല്ലാ വെഹിക്കിൾസും നമ്മുടെ കയ്യിൽ നിന്ന് അഴുക്ക് വരുന്നു, ഈ ഭാഗത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്നു. അത് അവർ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പോഴും ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും പാനൽ ഗ്യാപ്സ് അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഒരുപാട് ക്വാളിറ്റി വർദ്ധിച്ചിട്ടുണ്ട്, കാരണം ഡിസൈൻ മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഫീലും ലുക്കും ആറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ മാറി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിലൊരുപാട് തംസ് അപ്പ് ടു ദാറ്റ്. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ താഴെ വന്നേക്കുന്ന ഈ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ടച്ച് ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഈ ഹാർഡ് പ്ലാസ്റ്റിക്സ് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ പ്ലാസ്റ്റിക്സ് ആയിരുന്നെങ്കിൽ അത് നന്നാവുമായിരുന്നു. പിന്നെ ഈ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് എന്തുകൊണ്ട് അവർ കൊടുത്തില്ല, ഐ ഡോണ്ട് നോ. അത് ഇവിടെയും മറ്റേ EV പോലെ തന്നെ 2 പ്ലഗ് പോയിന്റ്സ് ആണ് വന്നേക്കുന്നത്. 2 പ്ലഗ് പോയിന്റ്സ് എല്ലാം ഉണ്ട്. ടൈപ്പ് സി ചാർജിങ് പിൻസാണ് വന്നേക്കുന്നത്. പിന്നെ 3 വണ്ടിയിലും എൻ്റെ ഒരേ കംപ്ലൈൻ്റ് ആണ് ഈ നോബ് ഷുഡ് ചേഞ്ച്. എല്ലായിടത്തും പറയുന്നത് നോബ് ഷുഡ് ചേഞ്ച്. അവരോട് ഫീഡ്ബാക്കും കൊടുത്തിട്ടുണ്ട് നോബ് ഷുഡ് ചേഞ്ച് എന്നുള്ളത്. സ്റ്റിയറിംഗ് വീണ്ടും ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ്, ഐ ഡോണ്ട് നോ, എനിക്ക് അത്ര ഇതല്ല. പിന്നെ ഇതിൽ സ്റ്റിയറിങ്ങിനകത്ത് എല്ലാ കൺട്രോൾസും ഇല്ല, സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലും 6 എയർ ബാഗ്സ് വരുന്നു. അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഈ ICNG ടെക്നോളജിയാണ് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു സാധനം. ഇത് പുതിയൊരു ടെക്നോളജി അല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെട്രോളിന് ഇങ്ങനെ കുത്തനെ വില ഉയർന്ന കാലഘട്ടത്തിൽ പെട്രോൾ എത്രത്തോളം കുറവ് ഉപയോഗിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. പെട്രോളിന് ഇത്രയും പൈസയും കൊടുക്കണം, അതിൻ്റെ കൂടെ വിഷം കലക്കിയ പെട്രോളും കൂടിയാണ് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇനി CNG ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് ഈ ICNG ടെക്നോളജി വെച്ച് കാരണം ഇപ്പോൾ CNG തന്നെ സ്റ്റാർട്ടും ആവുന്നു. അപ്പോൾ പെട്രോൾ നമുക്ക് അങ്ങനെയും വേസ്റ്റ് ആവുന്നില്ല. ആൻഡ് ഇറ്റ്സ് വെരി സേഫ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ റീൽ കണ്ടിട്ടില്ല, റീൽ കണ്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പെട്രോളും CNGയിലും 2 ICU ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പെട്രോൾ കത്തിച്ചിട്ട് പിന്നെ പെട്രോൾ എന്നുള്ള ഡേറ്റ CNG ICUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെയാണ് ഒരു ഹാൻഡ് ഷേക്ക് പോലെ നടക്കുന്നു. ആൻഡ് പിന്നെ CNG സിസ്റ്റത്തിലേക്ക് മാറിയിട്ട് CNG പവർഡ് ആയിട്ട് വരുന്നു. പിന്നെ അതുകൂടാണ്ട് CNG എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ആണ്, ഒരു ഡ്രൈ ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും, സാധാരണ പെട്രോൾ പോലെയല്ല. അപ്പോൾ അതും നമുക്ക് ആദ്യം തന്നെ അളക്കാൻ പറ്റുന്നതല്ല, കാരണം 2 ECU ആയതുകൊണ്ട്. ഈ ICNG ടെക്നോളജിയിൽ 2 ECUയും കൂടെ ഒന്നാക്കി ഒരു സിംഗിൾ ECU. അപ്പോൾ തന്നെ ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഇൻസ്റ്റൻ്റ്ലി ഒരു ട്രാൻസ്ഫർ ഓഫ് ഡേറ്റേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി കാൽക്കുലേഷൻസ് നടക്കുന്നു. അതുകൂടാണ്ട് ഇപ്പോൾ ഇതിലെ ഇഞ്ചക്ടേഴ്സ് ഹയർ പ്രഷർ ഇഞ്ചക്ടേഴ്സാണ്. അപ്പോൾ കുറച്ചുകൂടെ പ്രഷറിൽ, ഇപ്പോൾ ഗ്യാസ് ആണല്ലോ അത്, അപ്പോൾ ഗ്യാസിനെ കുറച്ചും കൂടെ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്താലാണ് സിലിണ്ടറിൻ്റെ അകത്തുള്ള ആ പ്രഷർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ പ്രഷറിൽ കത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്പട്ടറിങ്ങും പിന്നെ ഒരു കത്താത്തിൻ്റെ ഒരു പ്രശ്നം CNGയിൽ കത്തിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുമിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു നല്ല ടെക്നോളജി തന്നെയാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പെട്രോൾ ഉപയോഗിക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. നമുക്ക് ഈ CNGയുടെ ഒരു 0 to 100 എടുത്തേക്കാം. 0 ഡ്രൈവിലിട്ടു, പിന്നെ ഫുൾ ബ്രേക്ക് അമർത്തിയിട്ട് ആക്സിലേറ്റ് ചെയ്ത് പിടിച്ച് അതിലിങ്ങനെ ഓരോ ഇതൊക്കെ വരുന്നുണ്ട്, ഡോണ്ട് പ്ലസ് ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ ടുഗദർ എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇതൊക്കെയായിരുന്നു ഈ പുതിയ ടാറ്റ ടിയാഗോന്റെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വാഹനവും മറ്റൊരു വിശേഷമായി കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് യുവർ വീൽസ്. ഇവിടെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിഭിന്ന കാണാം. സുഖാണോ വിപിനെ? സേ ഹൈ ടു ദ ക്യാമറ. ഹായ് ഹായ് ഹലോ. നീ കട്ട് ചെയ്തേക്കാം.